മലയാളം കൂടെ ഓക്കെ ചൈനൊക്കെ ഇട്ടിരിക്കും ലൂസാലോ. മമ്മൂട്ടി കമ്പനിയാണല്ലേ? ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെയല്ല, വിശ്വാസം. What does this mean? മോനെ എന്നെ ലുക്കാട്ടല്ലേ സാറിനെ തടുക്കാൻ പട്ടാളക്കാരനാണല്ലേ? Student laptop scheme le program. Is that similar to Periscope? രാജീവനോ ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒന്നിച്ചാൽ എന്താവും വിഘ്നേഷൻ അറിയോ? ഓ Tell him to complete the sentence. Great Indian traitor. രണ്ടാളും ഒരുമിച്ച്. ഓ മ്യൂസിക് കേട്ടാ ലാസ്റ്റ് ആ ടൈറ്റില് മമ്മൂക്കട കണ്ണു ഇതുപോലെ. ഇത് പറയാൻ കാര്യം സുഷിൻ ശ്യാമിന്റെ എന്താ പറയാ വാക്കുകളില്ല. സുഷേമാണെങ്കിൽ അറിയാലോ. അത് ആ ലാസ്റ്റ് മ്യൂസിക് തന്നെ ഹെവി ആയിട്ട് എടുത്ത് മാലിക്കും ഭയങ്കരമായിട്ട് സുഷാമിന്റെ വർക്ക് എടുത്ത് കാണിച്ച സാധനം. അയ്യോ വീഡിയോട് എന്നെ ക്വാളിറ്റി അല്ലേ ശരിക്കും ഹോളിവുഡ് ലെവലിലേക്ക് പോണത് മോനെ കിട്ടും. രണ്ടുപേരും നടന്നവന്റെ ഫ്രെയിമും അത് മറ്റേ മനഃപൂർവ്വം മാസാക്കിയിട്ടൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. ക്ലാസ് ആണ് ആ രണ്ടാളും ഒരുമിച്ചുള്ള സീനും. മമ്മൂക്ക ഗാങ്സ്റ്റർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സോൾട്ട് പേപ്പർ ലുക്ക് തന്നെ തോന്നുന്നു. അതെ അതെ. ഓ ലുക്ക് വൈസ് എന്റെ പൊന്നോ നമുക്ക് ഒരു രക്ഷയില്ല. ലാലേട്ടന്റെ ഫൈറ്റ് പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ലിഫ്റ്റിലിടയിൽ കിടന്നിട്ടുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടുന്ന വീട് മറ്റേ നമ്മുടെ സ്റ്റെയർ പൊങ്ങി പോണ സാധനം. ഇതില് നമ്മുടെ ഫാസ്റ്റ് ഫാസ്റ്റില് മറ്റേ ജെറ്റ് ഓടിക്കണ എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫൈറ്റർ ജെറ്റ് ഓടിക്കുന്ന സാധനമുണ്ട്. മൊത്തമായിട്ട് ഒരു പൊളിറ്റിക്സ് മിലിറ്ററി എല്ലാം മിക്സ് അങ്ങനെ എന്തോ ബേസ് ചെയ്ത്. ശരിക്കും ഇതിന്റെ മീനിങ് എന്താ? രാജ്യസ്നേഹി, ദേശസ്നേഹി. ഒരു രക്ഷയില്ലാത്ത മക്കളെ ഇത് ശരിക്കും ഡയലോഗ് സെന്റൻസ് പൂർത്തിയാക്കുക. ടെററിസ്റ്റ് ആണോ പേട്രിയറ്റ് ആണോ? ആക്ച്വലി എനിക്ക് ഒന്നുകൂടി കാണാൻ വരുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ വിഷ്വലി കണ്ടിരുന്നിട്ട് ഡയലോഗ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ശരിക്കും വിഷ്വലി ഒന്നുകൂടി കാണാനുള്ളത്. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെയല്ല, ഫെയ്ത്ത്, വിശ്വാസം. What does this mean? They are going to bring social മ്യൂസിക് രക്ഷയില്ലട്ടോ. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയൂ? പെരിസ്കോപ്പ്. Student laptop scheme le program. Is that similar to Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒന്നിച്ചാൽ എന്താവും വിഘ്നേഷൻ അറിയോ? വീണ്ടും ഒന്നിച്ച് കഴിഞ്ഞാൽ എന്താവും? ലാസ്റ്റ് ആണ്. Tell him to complete the sentence. Great Indian traitor or patriot. പൊളി ടീച്ചർ തന്നെ എങ്ങനെയാണെങ്കിൽ പടം എങ്ങനെയായിരിക്കും? പടം എന്തായിരിക്കും? മതിയാവുള്ള ഇത്
മറ്റേ സീറ്റഡ് ത്രില്ലർ ആയിരിക്കും ഉറപ്പാ നിക്കാൻ നേരം. കാരണം ഇതിപ്പോ 2 പ്രാവശ്യം കണ്ടിട്ട് ഇനിയും കാണുന്ന ഇരുന്ന് കണ്ടാലുണ്ടല്ലോ നമുക്ക് അത് പിന്നെ കാണും പുതുമ ടീച്ചറൊക്കെ കുറച്ച് അവിടെ ഇവിടെ കാണിക്കും, കഥേനെ കുറിച്ച് അങ്ങനെ ഒന്നും കാണിക്കില്ലെന്നോ. പക്ഷെ സംഭവം ഇത് നമുക്ക് മനസ്സിലാവും. എന്തായാലും മിലിറ്ററി ബേസ് ചെയ്തിട്ട് എന്തൊക്കെയോ ഇങ്ങോട്ട് വരുന്ന സാധനത്തിനൊക്കെ എന്താ തുറമുഖ കാട്ടുണ്ട്. എന്താ പറയണ മോനെ, വേറെ ലെവല്. ആദ്യം ഞാൻ പറഞ്ഞത് ഇപ്പൊ ടെററിസ്റ്റ് അല്ല, ഗ്രേറ്റ് ഇന്ത്യൻ ട്രൈറ്റർ സാധനമാണ്. ട്രൈറ്റർ ഓർ പേട്രൈറ്റ്, അതായത് രാജ്യത്തെ ഒറ്റ കൊടുത്തവരാണോ രാജ്യസ്നേഹിയാണോ എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നണ മമ്മൂക്കേനെ ഒരു ഭയങ്കര പേട്രിയറ്റ് ആയിട്ടൊരു വ്യക്തിനെ ഒരു കള്ളക്കേസ് പോലെ അതായത് എനിക്ക് തോന്നുന്നത് രേവതി മരിക്കും, രേവതി എന്തോ ഭയങ്കര ഇതായിട്ടുള്ള സാധനം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. പിന്നെ ഇതിനകത്ത് പെരിസ്കോപ്പിനെ പറ്റി പറയണ്ട, അതൊരു ഹാക്കിംഗ് പ്രോഗ്രാമോ എന്തോ ഒരു പ്രോഗ്രാമാണ്. അതും പറയാം. അതായത് എനിക്ക് തോന്നുന്നു സെർവർ മുഴുവൻ ഹാക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് അങ്ങനെ എന്തോ ഒരു സംഭവമായിരിക്കും. അതിനെ ബേസ് അപ്പൊ മിലിറ്ററിയുടെ ഹെഡായിട്ട് നമ്മുടെ ലാലേട്ടനും ഇവിടെ മമ്മൂക്കായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. മറ്റൊരു ഫ്രെയിം ഉണ്ട്, ഒരു ലാലേട്ട ഒരു റിഫ്രാക്ഷൻ ഫ്രെയിം ഉണ്ട്. ലാലേട്ട രണ്ടായിട്ട് കാണുന്ന സാധനമാണ്. അയ്യോ എന്താ പറയണ എന്റെ മോനെ, കിട്ടുന്ന സാധനം കിട്ടുന്ന സാധനം. ആദ്യത്തെ ഡയലോഗ് ശ്രദ്ധിച്ച പറയണേ, അച്ഛൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, പണ്ട് ഇവര് രണ്ടുപേരും രാജ്യം ഭരിച്ചത്. മനസ്സിലായി അർത്ഥം? മനസ്സിലായി. അത് മലയാള സിനിമ അച്ഛനാരാ? ഫാസില് പറഞ്ഞ സാധനത്തില് എനിക്ക് അങ്ങോട്ടാ പോയെ. അതല്ല ഒബിയസ്ലി സിനിമയുടെ, പക്ഷെ അങ്ങനെയാണ് പോകുന്നത്. അതായത് രണ്ടാളും കൂടി ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്ലാസ്റ്റ് അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന്റെ ഒരു സംഭവം മറ്റേ ഇവരെ ഒന്നിപ്പിച്ച് ഹരികൃഷ്ണൻസ് എടുത്തത്. അല്ല, അതേ പറയാൻ വന്നത്. ഞാൻ ഒരു ഷോട്ട് കണ്ടേ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പുണ്ട്. അപ്പൊ നയൻതാര, നമ്മുടെ ചാക്കോച്ചൻ, ഫാഫ, രേവതി ഇവരൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് അവസാനം മറ്റ് നമ്മുടെ ചന്ദ്രചൂട് ആ സാധനത്തിന് ബിജിഎം ഇട്ടിട്ട് ലാലേട്ടനും മമ്മൂക്കെ നടന്നു വിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ. എന്നത്തെ അതായത് സാധനം എപ്പിക് സാധനമാണ് ആ സാധനം. അത് ഇവർ രണ്ടാളും ഒന്നിക്കുമ്പോൾ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഐക്കോണിക്ക. ഇത് വേറെ കേസുണ്ട്. ഇപ്പൊ ഔട്ട് ഓഫ് കേരള ആൾക്കാരെ നോക്കുമ്പോ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർസ് ഇൻ മോളിവുഡ് റിയൂണൈറ്റ് എന്നുള്ള സാധനം നമുക്ക് അതല്ല. അത് നമ്മളിവര് സ്റ്റാർസിനേക്കാളും ഉപരി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞേർന്ന രണ്ടുപേര്. ആ രണ്ട് ധ്രുവങ്ങള് തമ്മിൽ ചേരുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ട്. അവര് മറ്റേ ഇതല്ല, എപ്പോഴും മറ്റേ മാറി നിൽക്കുന്ന രണ്ട് ധ്രുവങ്ങളിലുള്ള സൂപ്പർ സ്റ്റാർസ് അല്ല, വേറെ പല ഇൻഡസ്ട്രീസില് അതുപോലെ അല്ല. ഇവരെപ്പോഴും ഒന്നാണ്. ഇവരുടെ ഒരു സാധനം, ഇവരുടെ പടങ്ങള് ഒരുമിച്ച് ഇറങ്ങിയാലും അല്ലെങ്കിലും ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നും നിലനിൽക്കണം. അല്ല, അത് നമ്മളൊരു സിനിമയിൽ ഒരു നായകൻ നടനും തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കെമിസ്ട്രി അടിപൊളിയാണ്. എന്നാലും ഇവരുടെ ബർത്ത്ഡേ വിഷസും മറ്റു സംഭവങ്ങളൊക്കെ ഇവർക്ക് തമ്മിലുള്ള ഒരു സാധനം ഉണ്ട്. ഇപ്പൊ മമ്മൂക്കിക്ക് വയ്യാതെ ലാലേട്ടൻ ഭയങ്കര ഇതായിരുന്നു അന്വേഷണം കാര്യങ്ങളൊക്കെ. അപ്പൊ അത് പണ്ട് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല കേട്ടോ, പറയാൻ വാക്കുകളില്ല ശരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മസ്റ്റ് വാച്ച് ആയിരുന്നു. പക്ഷെ ഇത് എന്തായിരിക്കും ഒരു ഐഡിയ ഉണ്ടായില്ല, ഇപ്പൊ മനസ്സിലായി. ഇതിപ്പോ ട്രെയിലറൊക്കെ എന്താണ് ചെയ്യുന്നത്, അതൊക്കെ പൊള്ളിക്കും സാധനം. എന്തായാലും കൊള്ളാം, അടിപൊളി. ടീസർ നിങ്ങൾ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.